ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഇവർക്ക് പോക്കാണോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് ഇപ്പോൾ എത്രയായി? 27 മാർച്ച് 27 പൂട്ടിയിട്ട് 2 ദിവസം വാർഷികം കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം വീട്ടിൽ പകൽ പോന്ന് പിന്നെ നമ്മൾ ആ പടപ്പറമ്പ് പോയി. ഇതുള്ളൂ കേട്ടോ. എന്നോട് കുറേ ആൾക്കാർ ഇന്നും എനിക്ക് പോക്ക് തന്നെ വളയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും പോക്കൊന്നുമില്ല. ഇത് രണ്ടാമത്തെ ടൂറൊന്നുമില്ല. പകലൊന്ന് പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങണത് തന്നെ 3 മണിയാകാൻ നേരത്താണ് കേട്ടോ. 4 മണിക്ക് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് 3 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഠാണയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോയി. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ടില്ല. ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾ കളിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ പോയിട്ടില്ല. അപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവിടുന്ന് ഠാണെ കഴിഞ്ഞു മമ്പാട് അങ്ങോട്ട് ഇതിലെ വഴി അതാ ഇതിലെ വഴിയാ തോന്നുന്നു. മിനി തേക്ക് മ്യൂസിയം ഇവിടെയാണ് വലിയ തേക്കുള്ളത്. കുറെ ആൾക്കാർ തേക്ക് മ്യൂസിയം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പറയാട്ടോ. അതിലേട്ട പോവുക കണ്ട. ഇതിന്റെ ഉള്ളിൽ കൂടെ എൻട്രൻസ് ആയിക്കൂടെയാണ്. നിലമ്പൂർ മഹാറാണി സിൽക്സ് ആട്ടത്. നല്ല കളക്ഷനൊക്കെ ഉള്ള അങ്ങാടി തന്നെ അല്ലേ. നമ്മൾ രണ്ടാമത്തെ തേക്ക് മ്യൂസിയം വന്നിട്ടാ. അയ്യോ ആ വണ്ടി അങ്ങോട്ടാണ്. ഇതൊക്കെ കാണാത്തവർക്ക് വേണ്ടിട്ടോ. കേരള ഫോറസ്റ്റ് അത് കഴിഞ്ഞും ചെയ്ത് പൊന്നു പറഞ്ഞ പോലെ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വെയിലും മഴയും കൂടിയാണ്. കുറുക്കന്റെ കല്യാണം അത്ര മുത്തുട്ടിയാണ്. ഓള് പാട്ട് കേട്ട് ഡാൻസ്. ഓ മണ്ണിന്റെ ഒരു മണം അല്ലേ. പുതുമണ്ണിന്റെ മണം പറഞ്ഞു. നല്ല മഴയായിട്ടോ. നമ്മളീ പുഴ കഴിഞ്ഞപ്പോ നല്ല മഴയായി. നല്ല വെയിലാട്ടോ. ഇവിടേക്ക് മഴയൊന്നും ഇല്ല. പെയ്തിട്ട് തന്നെയല്ലേ അല്ലേ. അവിടെ മാത്രം മഴ പെയ്തിട്ടുള്ളൂ. പഞ്ചായത്ത് അടിസ്ഥാനം അതാ. കുട്ടി ഉറങ്ങിയിട്ടാണ് നമ്മൾ പോണത്. സംഭവം പാലം കഴിഞ്ഞാലാട്ടോ. നമ്മൾ ഈ എടക്കര പാലം കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു ഇത് വരുന്നത്. സംഭവം മുണ്ടയിലാണ് നമ്മളെ സംഭവം. ഇത് പറഞ്ഞു അവിടെ എത്തണില്ല. കുറെ നേരമായി ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിട്ട്. അവസാനം എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് സംഭവം. കൊറേ ആയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എത്താൻ. പക്ഷെ എത്തിയിട്ടുണ്ടായില്ല. മറൈൻ മിറാക്കിൾ അതാണ് സംഭവം. എത്തുമ്പോ ഉണ്ടല്ലോ ആരും വന്നിട്ടില്ല കേട്ടോ. വരുന്നുള്ളൂ കണ്ടോ. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. 1-2 വണ്ടികളുണ്ട്. ഇത്രയും ഉള്ളൂ. ടിക്കറ്റ് തുറന്നിട്ടില്ല. 3:54 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്. സാധാ നമ്മൾ പൈസ ക്യാഷ് ഓൺലി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആയിരുന്നു ചെയ്തിരുന്നത്. 4 വയസ്സിന് താഴെ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതിന് മുകളിലുള്ളവർക്ക് 100 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. ഫസ്റ്റ് ഈ സംഭവത്തിനായിട്ട് കണ്ടത് ഒട്ടക പക്ഷിയാണ് കേട്ടോ. നമ്മളിവിടുന്നൊക്കെ വിട്ടാൽ എല്ലാ രാജ്യത്തിലും ഇതിൻ്റെ മുകളിലുള്ള സവാരി ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇതില്ല, അങ്ങനെയല്ല തോന്നുന്നു. പക്ഷെ അത്രക്കും വലുത്. ഞാനിതിൻ്റെ ഇതായി കാലിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെയുള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വലിപ്പം. പിന്നെ ആണ് മുകൾക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടോ ഫോൺ പൊന്തിച്ചിട്ട് എടുത്താണ് കേട്ടോ. അത്ര വലിയ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇത്ര സാധനത്തിന്. പിന്നെ ഇത് മറ്റേ എന്താ പറയുക അതിൻ്റെ പേര്, ഉടുമ്പോ അതാണ് കേട്ടോ. സാധനമാണ് ഒരു ഇതിൽ വരുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ 2 ഭാഗത്തതൊന്നും അപ്പുറത്തൊന്നും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ പക്ഷികളാണ്. പക്ഷികളെ ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. കുറേ ഇങ്ങനെ തത്തകൾ അതും ഇതൊക്കെയാണ്. പടപ്പറമ്പത്തെ പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് കയറി വന്നിക്കണം. പടപ്പറമ്പത്തെ ആ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് പറയാത്തതുകൊണ്ട് രസമല്ല. കാരണം ഇങ്ങനെ മ്യൂസിക് ഇട്ടുകൊണ്ടൊന്നും അറിയണുണ്ടായിരുന്നില്ല. അതോട്ടെ സൗണ്ട് കൊടുക്കണേ. പിന്നെ ഇതാണ് ഇത് ഒരു പക്ഷിയാണ്. ഇതെന്താ പേര് കാര്യമൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അതറിയില്ല കേട്ടോ. കുറേ പക്ഷികളും കുറേ സാധനങ്ങളും അത്രയും പറയാം. പിന്നെ ലവ് ബേഡ്സുകൾ. ഇത് വേറൊരു തത്തയാണ് കേട്ടോ. എന്തോ അറിയില്ല. ഒരു തത്തയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇതുപോലെ എന്തോ വേറൊരു തത്തയാണ്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ലൈവായിട്ട് കേട്ടോ. ഇത് കൂടൊന്നല്ല. കണ്ടില്ലേ പ്രാവ് തത്തകൾ ഇഷ്ടം പോലെ. ഇതായി ഒരു ഫുൾ ഭാഗവും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ.
ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇലകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, തത്തകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിരൽ കാണിച്ചാൽ വിരൽ കടിക്കും, അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളുടെ വിരൽ കാണിക്കണ കാരണം ആകെ ഇതാണ് കേട്ടോ, നിറയുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ട് പോയിട്ട് അതൊക്കെ പിന്നെ ഓടിച്ചിട്ട് കണ്ടത്. പിന്നെ അധികം അങ്ങനെ കാണാനൊന്നുമില്ല. അല്ല എന്താ ഇല കുറേ സമയം കാണുന്നതെന്നൊക്കെ വിചാരിച്ച് കുട്ടികളുടെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കുറച്ച് എടുത്തിരുന്നു കേട്ടോ. കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് മുയലും. പിന്നെന്താ ഇത് ഒരു ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. കുരങ്ങനല്ല, വേറെന്തോ ഒരു സാധനം കേട്ടോ. അപ്പോൾ അവിടെ കൂടിയ ആളുകൾക്കൊന്നും അതിൻ്റെ പേര് കിട്ടില്ല. അപ്പോൾ എനിക്ക് പേര് കിട്ടണില്ല. കണ്ടില്ലേ. ഇത് പക്ഷെങ്കിൽ ഞാൻ ആ ഒരു കണ്ണൂർ പെറ്റ് ഷോപ്പില്ലേ, അയാളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനത്തിന്. എന്താ പേര് എനിക്കറിയാം. പിന്നെ ഇത് നമ്മൾ കൊത്താൻ വരുന്ന ഒരു കോയില്ലേ, ഗിനിക്കോയി അല്ല, എന്താ കിങ്ങണി കോയി, എന്തൊരു കോയില്ലേ കിട്ടില്ല അത്. പിന്നെ ചെങ്ങൻ കോയി വലുത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക തരം കണ്ടോ, ഇതൊരു കോഴിയാണ് അത്രേ. പക്ഷെ കണ്ട പക്ഷിയാണെന്ന് പറയുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു കോഴി എന്താ നമ്മളിതുവരെ ഞാൻ മൈസൂർ മൃഗശാലയിൽ കണ്ടിരിക്കണം. പിന്നെ താറാവുകൾ നമ്മൾ സാധാരണ ആള് അപ്പോൾ കണ്ടോളി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനുകൾ. മോളെ എങ്ങോട്ട് ചേച്ചിനെ പോട്ടെ. ഇത് വലിയ മീനുകളാണ് അല്ലേ. അപ്പം ഞാൻ സൗണ്ട് ഓഫാക്കിയിട്ടോ, ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പുതിയപ്പളക്കാരില്ലേ അങ്ങനത്തെ മീൻ. എന്നോട് മീനിനെ പറ്റിയൊന്നും ചോദിക്കരുത് കേട്ടോ, കാരണം എനിക്കറിയില്ല. പലതരം മീനുണ്ട്. കടലിൻ്റെ അടിയിൽ എന്തൊക്കെ മീനുണ്ട് അത് ഫുള്ളും ഇവിടെ ഉണ്ട്. വെറൈറ്റി മീനുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പോയി എന്നുള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നല്ലോ നോക്കിക്കൊണ്ട് വരാൻ അത്രക്ക് നല്ല ഭംഗിയുള്ളത്. അത് പിന്നെ അരാപ്പൈമയും പിന്നെന്താ ഒരു പേര് പൊന്നു പറഞ്ഞു, ഒരു മുതലൻ്റെ ഒരു വായുള്ളൊരു മീനുണ്ടല്ലോ, അതാ അടി കിടക്കണേ. അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ മറന്നു കേട്ടോ. പൊന്നു പറഞ്ഞു തന്നീന്ന് ഞാനത് മറന്നാണ്. കണ്ടില്ലേ ഈ ഒരു മീനിൻ്റെ പേര് അലിഗേറ്റർ. മനസ്സിലായി, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ കരിമീനിൻ്റെ ഒക്കെ പോലത്തെ വേറൊരു മീൻ കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ ഒരു വെൽവെറ്റ് മീൻ, നല്ല ഭംഗിയായിട്ട് കാണാനിട്ട്. ഈ ഒരു മീനിനെ നമ്മളപ്പുറത്ത് കണ്ടിരുന്ന ഒരു മീനിൻ്റെ കുട്ടികളാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ മീനിനെ. പിന്നെ ഞാനിതായിട്ട് സൗണ്ട് തന്നെ ഇട്ട് കൊടുക്കണം, എനിക്ക് കുറേ പറയാനുണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കാണാനിട്ട് ഭംഗി. അപ്പുറത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ നീങ്ങില കളറായിരിക്കും. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് രണ്ടാമത് ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല കേട്ടോ, അത്ര രസമുണ്ട്. വലിയ മീനുകളാണ് കേട്ടോ ഈ ഒരു ഇതിൽ മുഴുവനും. ഇത് ഫുള്ള് ഇവിടെ തൊട്ട് അപ്പുറം വരെ വലിയ മീനുകളാണ് കേട്ടോ. അലിഗേറ്റർ, പിന്നെ പൈമി, പിന്നെ ഇങ്ങനത്തെ ഓരോ മീനുകൾ. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഗോൾഡ് ഫിഷ്, പിന്നെ അങ്ങനെ പലതും. ഗോൾഡ് ഫിഷിൻ്റെ വേറെ വെറൈറ്റി കളറുകൾ, വെള്ള അങ്ങനത്തെ പല മീനുകൾ കണ്ടില്ലേ. അതൊന്നിങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല, അങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. അവിടെ പോകാനോ ഇത് കണ്ടോ, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കണ്ടപ്പോഴേക്ക് മാടി കണ്ടോ പോസ് ചെയ്ത് തരികയാണേ. കണ്ടില്ലേ, കുറച്ച് നേരം നിന്നൊന്ന് പോയിട്ടോ. ഫുൾ കണ്ട ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം മുഴുവൻ മീനാണ്. നിങ്ങൾ പോയിക്കോളി. ഇന്നൊന്നൊരു വീഡിയോ എടുക്കാൻ പോലായിരിക്കൂല. ഇതാ പാറ തരിക്കണ മീനല്ലേ, അതാണ്. അത്ഭുതം കണ്ട, ഇത് ഫുള്ള് ഈ മീൻ മാത്രമാണ്. വരെ വെറും മീനുകളുണ്ടാവും. നേരത്തെ അവിടെ കണ്ട ആ ഒരു മീനിന്റെ തന്നെയാണ് കേട്ടോ. വെറും ആ ഒരു മീനാണുള്ള ഒരു ഗ്ലാസ് കൂടാരാണ്. ആയിട്ടുള്ള തീറ്റിട്ട് എടുത്ത് നോക്കി അങ്ങോട്ട് ഇത് ഞാൻ വെൽവെറ്റിന്റെ മീൻ അറിയില്ലേ, അതിന്റെ ചെറിയ കുട്ടികള് നല്ല ഭംഗിയിട്ടില്ലേ കാണാന്. മീനാളെത്ര കണ്ടാലും മതിയാവൂല കേട്ടോ. മീനാണ് കേട്ടോ കാണുന്നുണ്ടാവും.
ചെറിയ ചെമ്മീനാണ്, ചെറിയ ചെമ്മീൻ കണ്ട. നമ്മൾ വാങ്ങണ ചെറിയ മീനാ വലുതാവണേ, അതാണ് കേട്ടോ. ഒരു മീനൊച്ച കാട്ടതില് നല്ല ഭംഗിയുണ്ട്, വലിയൊരു മീനാണ്. കുട്ടികള് ഗോൾഡ് ഫിഷിന്റെ വേറെ അടുത്തേക്ക് എത്തിക്കണം കേട്ടോ. നമ്മളെ മത്സ്യകന്യകന്റെ അടുത്തേക്ക് പോവാണ്. വേണ്ട, മത്സ്യകന്യക എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും വിചാരിച്ചിരുന്ന മീനേക്കായിരുന്നു വിചാരിച്ചത് കേട്ടോ. ഈ മത്സ്യകന്യക പറഞ്ഞൊരു പെണ്ണാണ്. പക്ഷേങ്കിൽ ഞങ്ങളിങ്ങനെ വിചാരിക്കട്ടെ, ഈ പെണ്ണ് കണ്ടപ്പോൾ സോസ് എടുക്കാൻ വേണ്ടി മേലേക്ക് പോയതാണ്. ഇതിന് ഓക്സിജൻ ട്യൂബോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ണക്ക് വെള്ളം കയറാതെ എന്താ കണ്ണട വെച്ചിട്ടുണ്ട്. കുറച്ച് തടിയുള്ളൊരു പെണ്ണിന് ഇങ്ങനെ ഷേപ്പ്, അങ്ങനെ ഇപ്പോൾ മത്സ്യകന്യക പറയുമ്പോൾ ഭയങ്കര ഷേപ്പായിട്ട് നമുക്ക് തോന്നില്ല. അത്ര കിട്ടില്ലെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കാണണം. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായി കേട്ടോ. പിന്നെ പാവം തോന്നുന്നു എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോസ് എടുക്കുക, അതിന് മുകൾക്ക് പോകേണ്ടിയിരുന്നു കേട്ടോ. ശ്വാസം കിട്ടാതെ ഇങ്ങനെ മുകൾ ചെന്നിട്ട് ചുമക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല, കാണാത്ത പോലെ കണ്ടോൾ തന്നെ അടിപൊളിയാണ്. പിന്നെയുള്ളൊരു എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫ് നമ്മളെ മേക്കപ്പൊക്കെ ആ വയറും കയ്യും മുഖവും ചുണ്ടടക്കം അതാണ് കേട്ടോ. വെള്ളം അങ്ങനെ അതിൽ ആവുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. ഇത് നമുക്ക് 100 രൂപക്ക് കയറിയിട്ട് ഇതൊക്കെ അടിപൊളിയാണ് കാണാൻ. മത്സ്യകന്യകനെ കാണാൻ ആൾക്കാർ കേട്ടോ. ഐറ്റംസുകളാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു ഫാൻ ഉണ്ട് ഗൈസ്, മറ്റേ അതിൻ്റെ ഉള്ളിൽ തീരെ ഉണ്ടായില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സംഭവങ്ങൾ എന്താ വെച്ചാൽ പെൻസിലുകൾ, പല മോഡൽ പെൻസിൽ കേട്ടോ. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കുറേ മോഡലുകൾ. പിന്നെ ഇതൊക്കെ കുട്ടികളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ ഇത് വേണം അത് വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൊക്കെ ഉള്ളതാണ്. ഞാനിതിൻ്റെ സൗണ്ട് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം പിന്നെ കരച്ചിലായിരുന്നു വേണം പറഞ്ഞാണ്ട്. അപ്പോൾ പിന്നെ ഇതെന്താ വെച്ചാൽ ഒരു ശർക്കര കട്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ ചുക്കും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ശർക്കരയാണ്. അപ്പോൾ ഈ ജലദോഷം ഇതൊക്കെ തൊണ്ടവേദനക്കൊക്കെ നമുക്ക് ചുക്കാപ്പിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ചീപ്പ്, കണ്ണട, അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ മത്സ്യകനെ കണ്ട് കഴിഞ്ഞ് വന്നാൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. കുറച്ച് സ്ഥലം വരെ ഈ ഒരു സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചീപ്പിനൊക്കെ ഇങ്ങനെ വില ചോദിക്കുക, 10, 20, 30, 40 അങ്ങനെ മുകൾക്ക് പോകും തോറും കണ്ടില്ല, അങ്ങനെ വിലയൊക്കെ പറഞ്ഞു തരാണ്ട് അയാൾ. പിന്നെ അവിടെ നിന്ന് പോയിട്ട് നമ്മൾക്ക് മിഠായികൾ, പണ്ടത്തെ നെസ്റ്റ് മിഠായികൾ കേട്ടോ. എല്ലാ സംഭവം ഉണ്ട്. ഒരു കൂടിന് 20 അപ്പോൾ ഞാനൊരു കൂട് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ വേണം, മറ്റവർക്ക് വേറെ വേണം. അപ്പോൾ ഇങ്ങനെ കുറേ മിഠായും കൊണ്ട് ഭാവേണെങ്കിൽ കയറിയിട്ടില്ല കേട്ടോ ഉള്ളിലേക്ക്. ഞാൻ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കാണാണ് പോയി വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചീത്തട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ മാലകൾ, വളകൾ, മുടിക്കുത്തുകൾ പിന്നെ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങാതിരിക്കാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആളുകൾ ആരെയും കാണുമാവോ, കാരണം അത് ഭയങ്കര വിലയാണ്. അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അല്ലാതെ സാധനം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കടലകൾ, പിന്നെ ഹലുവകൾ. അപ്പോൾ ഞാൻ ഹലുവ വാങ്ങിയിട്ടോ. ഹലുവ വലിയൊരു എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങൾ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ ഹലുവ വാങ്ങിയത് കണ്ടിട്ടുണ്ടാകും. ഗോതമ്പിൻ്റെയും തേങ്ങൻ്റെയൊക്കെ ഒരു ഹലുവ. അതിന് ഇവിടെ 100 ഗ്രാമിനാണ് കേട്ടോ ഇവർ 50 രൂപ പറഞ്ഞത്. ഞാനാണെങ്കിൽ 150 വലുതൊന്നാണ് വാങ്ങിയിരുന്നത് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വില. പിന്നെ ഞാൻ അത് തന്നെ വാങ്ങി. പൊന്നു നോക്ക് വേണം പറഞ്ഞു. പിന്നെ ഈ ഒരു കാണുന്ന ഒരു കറുപ്പില്ലേ, അത് ചക്ക ഹലുവ കേട്ടോ. അതൊരു കഷ്ണം വാങ്ങി. ഞാൻ 100 രൂപയ്ക്ക് രണ്ടും കൂടെ ഓരോ കഷ്ണം വാങ്ങി. ഇതൊക്കെ മാലകളാണ് കേട്ടോ. മാല, കീ ചെയിനുകൾ, പിന്നെ വാട്ടർ ബോട്ടിലുകൾ, മോതിരങ്ങൾ, പല ഐറ്റം മോതിരങ്ങൾ കേട്ടോ. സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പൊരിഞ്ഞ വില ആയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ളതിനെ കാട്ടിൽ 20-30 കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ കുട്ടികൾ പിന്നെ ഇത് കൊതുകിനെ കത്തിച്ച് വെച്ചിട്ട് പുകച്ചാൽ കൊതുക് ചാകട്ടെ. ഈ ഒരു സാധനത്തിൽ വെച്ചിട്ട് പുകച്ചാൽ. പിന്നെ ഇതിപ്പോൾ എന്താ, ഇതൊക്കെ എന്തൊക്കെ ലോഷനുകളൊക്കെ ഉണ്ടോ. പിന്നെ വെളുത്തുള്ളി തൈലം, പിന്നെ നമ്മളെ മറ്റേത് ഞാനപ്പോൾ ഈ റോസ്മേരിൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ട് 40 രൂപയാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയത് ഹലുവയും റോസ്മേരിൻ്റെ ആ ഒരു പാക്ക് മാത്രമായിട്ട് ഒരു സംഭവം ഇവിടുന്ന് വാങ്ങി. ഇത് കണ്ടില്ലേ, നമ്മൾ കുന്നിലൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനെ ആ ഒരു ഫീല് കിട്ടുന്ന സംഭവം. അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ച് കണ്ടതാ. ഇവരാണത് ചെയ്യണം. ആ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ കണ്ടു. ഇപ്പം ഞാൻ കുട്ടീനെ കണ്ടോ പോവുകയാണേ, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പേടിച്ചിട്ട് കുയിൽ വീഴാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ അയാൾ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിന് കേട്ടോ. എല്ലാത്തിനും 100 രൂപ കേട്ടോ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ. പക്ഷേ ഒരു അടിപൊളി ഫീലായിരിക്കും. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഉണ്ടായിരുന്നുമ്പോഴാണ് നമ്മളെ കുട്ടികൾക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പാനിപ്പൂരി, അങ്ങനെ കുറച്ച് ചായ കിട്ടും തോന്നുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയില്ല, വെള്ളം വാങ്ങി. പിന്നെ ഇവിടെ ഐസ്ക്രീം കേട്ടോ.
അപ്പോൾ ഐസ്ക്രീമിനൊക്കെ മുടിഞ്ഞ വരെയാണ്, ഏതിനും 50 കേട്ടോ. വാനിലക്ക് മാത്രമുള്ളൂ 40 ഒക്കെ പറയണമല്ലോ. അപ്പം ഞങ്ങളൊക്കെ വാങ്ങിയതാ 50-ൻ്റെതാണ് വാങ്ങിക്കുന്നത് കേട്ടോ. നമ്മൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പോക്കറ്റ് കാലിയാവും എന്ന് സംശയമില്ല കേട്ടോ. അപ്പം ഞാൻ സംഭവം ഒന്നും വാങ്ങിക്കണ്ട, ഇതാണ് വാങ്ങിയത്. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞിരുന്നു, ഓർമ്മയിട്ടില്ല. പിന്നെ പൊന്നൂന് പാനിപൂരി വേണം പറഞ്ഞിട്ടോ. അത് 6 പീസിന് 60 രൂപയാണേ. അപ്പം എന്താ പൈസ പറയണങ്ങളൊക്കെ ചോദിക്കും, പക്ഷേങ്കിൽ പറയണമല്ലോ. പിന്നെ ട്രെയിനിന് 100, ഈ സംഭവത്തിന് 100, എല്ലാത്തിനും 100 കേട്ടോ. പിന്നെ ഒരു സാധനത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ 50 രൂപ. ഇതിൽ കയറണമെങ്കിൽ 17 വയസ്സാകണം. അതുകൊണ്ട് ഈ സംഭവം കയറിയതുകൊണ്ട് അതിലൊന്നും കയറിയിട്ടില്ല, അതിലൊന്നും ലയിലും കയറിയിട്ടില്ല. പിന്നെ യന്ത്രഊഞ്ഞാലിൽ കുട്ടികളെ ആരും തൊട്ടിൻ്റെ കപ്പാണെങ്കിൽ ഞാൻ കയറണം, അല്ലാതെ പറ്റൂല പറഞ്ഞിട്ടോ. കുട്ടികളപ്പം നമ്മൾ വലിയ ആളുകൾ കയറണം എന്ന് പറഞ്ഞു. എന്ത് എപ്പോഴും ഓരോ മത്സരത്തിലാണ് അല്ലേ? ചെറുപ്പത്തിൽ വീട്ടുകാർ പറഞ്ഞിരുന്നു ഒപ്പം പഠിച്ച പയ്യൻ വാങ്ങുന്ന മാർക്കുകളുമായി മത്സരിക്കും. വളർന്നപ്പോൾ പറയുന്നു അയൽ വീട്ടിലെ ചെക്കൻ നേടിയ ജോലിയും ശമ്പളവുമായൊക്കെ മത്സരിക്കും. എന്നാൽ എൻ്റെ മത്സരം ഒപ്പം പഠിച്ച പയ്യനുമായിട്ടോ അയൽവക്കത്തുള്ള ചെക്കനുമായിട്ടോ അല്ല. എൻ്റെ മത്സരം വെറുതെ കേൾപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അവിടെ അങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടില്ലേ, ഫോട്ടോ വീഡിയോസൊക്കെ നമ്മൾ ആ ഒരു ഫോണ് കുടുക്കിയിട്ട്, അതാണ് കേട്ടോ ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ കുട്ടീനോട് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ ഇട്ട് കൊടുത്തിന്. ഇല്ലുമിനാറ്റിയൊക്കെ അവിടെ കുട്ടി കണ്ടോ മടിയാണ്, എല്ലാവരും കണ്ടപ്പോൾ മടിയാണ്, കുറച്ചൊക്കെ തന്നെ കാട്ടിയിട്ടോ. ചെറിയൊരു കുട്ടിയാണ്. പിന്നെ ഉപ്പിലിട്ടതുണ്ട്, ഉപ്പിലിട്ട പ്രേമികൾക്കുള്ളത് ഉപ്പിലിട്ടതുണ്ട്. ഗെയിമുകൾ, ഈ ഒരു ഗെയിം ഞങ്ങൾ കളിച്ചിട്ടോ, ബാനോട് പറഞ്ഞിട്ടില്ല, വീഡിയോ കാണുമ്പോഴേ അറിയുള്ളൂ. 7 റിങ്ങിന് 50 രൂപ കേട്ടോ. ഞങ്ങളൊരു 10-15 ഇട്ടിട്ടുണ്ടോ. പൊന്നു അമ്മ ചെയ്യാം ഞങ്ങളൊക്കെ ഇടുന്ന കണ്ടുകൊണ്ട് മുത്തുട്ടി ഇട്ട്, ഞങ്ങളിട്ട്, ഞാനിട്ട്, ഇതാ പിന്നെ ഇവളിട്ട്, എല്ലാവരും ഇട്ടു കേട്ടോ. ഇട്ടാണ് സംഭവം. ഒന്നും കിട്ടിയിട്ടില്ല ഗെയ്സ്, അതാണ്. പൊന്നു ഒന്നിച്ച് കിട്ടുന്ന ഞങ്ങളിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ 50 രൂപ വെള്ളത്തിലായി. ഈ ഗെയിം എനിക്ക് തോന്നണത് ആരും കളിക്കാതിരിക്കും നല്ലത് എന്നാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് അവിടെ ഞങ്ങൾ അപ്പം എല്ലാ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ തട്ടൊക്കെ റെഡിയാക്കി ഇപ്പം കിട്ടും ഇത് ഇടാണ്ട് നോക്കിക്കൊണ്ട് ഇൻ്റെതും മുഞ്ചിപ്പോയിട്ടുണ്ട് കണ്ടോ. നടുവിൽക്ക് തന്നെ വരുന്നത്. അപ്പം ഐറ്റങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മെല്ലെ ദമ്മുടിച്ചിടരുത്, മെല്ലെ അടിയെന്ന് കേട്ടോ. മെല്ലെ ഇട്ടതാണ്. അപ്പോൾ പുറത്ത് കണ്ടുപോയി. എന്നിട്ട് അയാൾ വന്ന് ഉപദേശം തരികയാണ്, അങ്ങനെ ഇങ്ങനെ ഡൽഹി അയച്ചിട്ട് ശരിയല്ല എന്നോട് പറയുകയാണെങ്കിൽ എവിടെ കണ്ടോ അത് മുഞ്ചിപ്പോയി. അങ്ങനെ പിന്നെ അവിടുന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഗെയിം കേട്ടോ, ഫാമിലി ഗെയിം തന്നെയാണ്. ഇതിൽ 18 മുതൽ 36 വരെയുള്ള ഇത് നമുക്ക് പോയിന്റുകൾ കൂട്ടും. അവരിങ്ങനെ പോയിന്റ് കിട്ടണമെന്ന് അങ്ങനെ കൂട്ടും. അപ്പോൾ അത് പോയി. പിന്നെ ഇതിന് 100 രൂപയാണ് കേട്ടോ. പിന്നെ ഒരു ഗെയിം കൂടെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ തോണി, അതിന് 100 രൂപയാണ്. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരെണ്ണം കണ്ട് ഇതിന് 100ആണ്. അപ്പം ഇതിന് 100 കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊന്ന് കണ്ട് അതിന് മാത്രം 50 കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എത്രയോ, എനിക്ക് തോന്നുന്നു ഇവർ ചെറുതാവും മുതലേ ഇതിലൊക്കെ ഇങ്ങനെ കയറി എന്നാലും നമ്മൾ കുട്ടികൾ കാണുമ്പോൾ ഒരു ഇതാണല്ലോ കയറാൻ. പക്ഷെ ഞാനും കയറണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. പൊന്നൂനോട് പോക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഞാൻ കയറില്ല, മെച്ചോൾ നാൾ കയറിയിട്ട് ഒക്കെ ഛർദ്ദിക്കാനൊക്കെ വന്നിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഒരു മൂടുണ്ടായിരുന്നില്ല. കാരണം ഒരൊട്ട കയറിയത് ഇത് കൊണ്ടോട്ടിയിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നില്ല, അതിലൊക്കെ ഞാൻ കയറിയതിട്ടാവും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ കയറാതിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് കാണിച്ചു തരാം എത്ര സംഭവമുള്ളൂ. ആകെ കുറച്ചുള്ളൂ കേട്ടോ. എത്ര 1 2 3 4 5 6 7 8 9 ഉള്ളൂ കേട്ടോ. ആകെ നമുക്കിവിടെ സംഭവമുള്ളൂ, ആകെ അതുള്ളൂ. പിന്നെ ആദ്യക്കുട്ടി എണീറ്റ്, ഞാനും പൊന്നും പുറത്ത് പോകാതെ അവിടെ നിന്ന് ആ കുട്ടീനെ കൊടന്നു നിന്നിട്ടു. കാരണം പുറത്ത് പോയാൽ പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കും. കയറിയ പാടെ ഇതിനായിട്ട് കാണുന്നത്. അപ്പോൾ കണ്ടോ ആകെ അന്തം വിട്ടിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അന്തം വിട്ടിങ്ങനെ നിൽക്കണം, അതിന് നോക്കിയാണ്ടോ. പിന്നെ മീനിയും കാണിച്ചു കൊടുത്തു. ഞാൻ അത് മാത്രമേ കാണിച്ചു കൊടുത്തു. പിന്നെ മത്സ്യകന്യകനെ കൂടെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഓനും കൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓന് മത്സ്യകന്യകനെ കണ്ടിട്ട് ആകെ അന്തം വിട്ടണം. ഈ മീനെ കണ്ടിട്ടു. മീനെ ഇങ്ങനെ തൊടാൻ ഗ്ലാസ്സിൽ അങ്ങനെ തൊടാൻ പറ്റില്ല, എല്ലാത്തിനും ലീക്ക് ഉണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കണം. നമ്മൾ താഴത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തൊടരുതേ എന്ന് പറഞ്ഞിരുന്നു. കണ്ടോ മീനിനെയൊക്കെ കാണണം കേട്ടോ. അങ്ങനെ ഇതിനെ കണ്ടപ്പോഴാണ് ഓനക്ക് ഭയങ്കര ഇതായത് കേട്ടോ.
ആണെങ്കിൽ അപ്പത്തിന് മുന്നിൽ നിറയെ വലിയ വലിയ ആളുകളായിട്ട് ഞങ്ങൾക്കാണെങ്കിൽ കാണാനും കഴിയില്ല. തിക്കി പോയിട്ട് ആ മുന്നിൽ തന്നെ പോയി നിൽക്കാൻ കഴിയണില്ല. അപ്പം എല്ലാം കണ്ടു 6:06 അങ്ങനെയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ആളുകളൊക്കെ ആയിട്ടുണ്ട് 6 മണിയാകുമ്പോൾ കേട്ടോ. രാത്രി എത്ര കാണാൻ നല്ല ഭംഗിയുള്ളത് ഇവിടെ. പിന്നെ ചക്കരോട്ടായി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പോരുമ്പം എന്താണ് കണ്ടോ, ഇന്നലെ ഇതായിരുന്നു എന്താ ഈസ്റ്റർ, പെസഹ വ്യാഴം കഴിഞ്ഞ് പിറ്റേന്ന് ഈസ്റ്റർ ആണല്ലോ അല്ലേ. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ യേശുവിനെ കൊണ്ടുപോകുന്നുണ്ട്, ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. യേശു ആയിട്ടുള്ള ഒരാളാട്ടോ. അപ്പം അത് ഇങ്ങനെ വീഡിയോ എടുത്താണ്. പക്ഷേങ്കിൽ അങ്ങനെ ശരിക്കും കാണണ്ടേന്നില്ല. അപ്പം ഇങ്ങനെ ഈ വണ്ടി വലിയ ബസ്സും ലോറിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതാ ഈ ഒരു വണ്ടിയിൽ കണ്ടില്ലേ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ടോ, കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർക്കിക്ക് ഞങ്ങൾ പോയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ 100 കൊടുത്തിട്ട് നമ്മൾ മത്സ്യകന്യകൊക്കെ ഓക്കെ, മീനും ആ ഒരു പക്ഷികളും കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ. 100 രൂപ നമുക്ക് മുതലായി തന്നെ പറയാം. പക്ഷേ പിന്നെ ഉള്ളതൊക്കെ 120 രൂപ കൊടുത്തിട്ട് കയറും വേണം. പിന്നെ അധിക സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയാൽ തന്നെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും പറയാനില്ല, കാരണം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നാണ് തന്നെ 1 മണിക്കൂറും 5-10 മിനിറ്റൊക്കെ ഉണ്ട് കാറിന് തന്നെ കേട്ടോ. ബസ്സിന് 1.5 മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പം എന്തെങ്കിലും പോണോലേക്ക് പോവട്ടോ. അത് അത്ര വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയണില്ല. മത്സ്യകന്യകനെ കാണാത്തവർക്ക് ഞങ്ങളെപ്പോലെ ഭയങ്കര ഇതാക്കിയിട്ടൊക്കെ പോകാം. ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം നല്ലൊരു രസം അതൊക്കെ കാണാൻ, അല്ലാത്ത വല്ലാണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.